നമ്മുടെ വായ ഉണങ്ങി വരേണ്ട ഒരു അവസ്ഥ, പ്രത്യേകിച്ച് ഓൾഡ് ഏജ്, കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാരിൽ ഇത് ചിലപ്പോൾ സാധാരണയായിട്ട് കാണാറുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള അവസ്ഥ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്കതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു സമയത്ത് കുറേ വെള്ളം കുടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം സിപ്പ് ചെയ്ത് കുറച്ചായിട്ട് കുടിക്കുക. പ്രത്യേകിച്ചും നമ്മളുടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആണെങ്കിൽ തന്നെ നമ്മൾ കുറച്ചായിട്ട് അത് സിപ്പ് ചെയ്ത് വെള്ളം കുടിക്കുക. രണ്ടാമത്തെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. പ്രത്യേകിച്ച് നമ്മുടെ നാരങ്ങ, ഓറഞ്ച്, പൈനാപ്പിൾ അങ്ങനെയൊക്കെയുള്ള ഫ്രൂട്ട്സുകൾ. കാരണം വൈറ്റമിൻ സി നമ്മളുടെ സലൈവറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, അത് ഉത്തേജിപ്പിക്കും. അപ്പോൾ സലൈവ കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വേറൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഷുഗർലെസ്, അതായത് മധുരമില്ലാത്ത തരത്തിലുള്ള മുട്ടായികൾ അല്ലെങ്കിൽ ചുയിങ്കമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വായിലിട്ട് ചവയ്ക്കുക. അപ്പോൾ അത് നമ്മളുടെ ഉമിനീർഗ്രന്ഥികളെ സ്റ്റിമുലേറ്റ് ചെയ്യാനും അതുവഴി കൂടുതലായിട്ട് സലൈവ ഉണ്ടാവാനും സാധിക്കും. ഇനിയിപ്പോൾ ചിലപ്പം സ്മോക്കിങ്ങോ അല്ലെങ്കിൽ പുകയില ചവയ്ക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നിർത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് നമ്മൾ കഫീൻ അടങ്ങിയ, അതായത് ചായ, കാപ്പി എന്നിവ കൂടുതലായിട്ട് കഴിക്കുന്നവരിൽ ഡ്രൈ മൗത്ത് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളത്. അതുപോലെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമുക്ക് അധികം സ്പൈസി ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്.